എന്താണോ നീ കാണിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും തന്നെ മണിക്കൂറുകളോളം കാത്തിരിപ്പിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ജീവിതത്തിൽ ആദ്യമായി താൻ എന്നോട് കർശനമായി തർക്കുത്തരം പറഞ്ഞത്. പക്ഷെ ഇത് വെറും ഒരു തെറ്റിദ്ധാരണയാണ് സുജ്. എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. പ്രണയിക്കുന്നവരുടെ മനസ്സ് തകർക്കാൻ ഈ നമ്പറുകളാണ് പലരും പയറ്റുന്നത്. താനിതിൽ വീണുപോവോ എനിക്കെതിരെ ചിന്തിച്ചിട്ട്? ഇല്ല. താങ്ക്സ്. ഇന്നലത്തെ കാര്യത്തിൽ പൂർണ്ണ നിരപരാധിയാണെങ്കിലും തനിക്ക് ഇത്രയേറെ സങ്കടം വന്ന നിലയ്ക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ ആം സോറി. താൻ എന്നോട് നന്നായിട്ട് പഠിക്ക്. സുദർശൻ ചേട്ടാ, എന്തൊക്കെയുണ്ട്? ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. അല്ല, ഇന്നാള് മലക്കറി വാങ്ങിയിട്ട് അവിയൽ വെച്ചോ സാമ്പാർ വെച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? വെജിറ്റബിൾസ് നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ? വെജിറ്റബിൾസോ? അതെ, വെജിറ്റബിൾസ് മലക്കറി. അല്ല, അവിയലായിരുന്നാലും സാമ്പാറായിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉറപ്പാ. അത് വാങ്ങാൻ കൂട്ടുപോയത് ചില്ലറക്കാരനല്ലല്ലോ, സാക്ഷാൽ രവിചന്ദ്രവർമ്മനല്ലേ? രവിചന്ദ്രവർമ്മൻ? അതെ, ഇന്നാളൊരു ദിവസം നിങ്ങളുടെ മോളെ അയാളെയും കൂടി ഞാൻ ചന്തയെ വെച്ച് കണ്ടു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നും പറയാം. കാരണം നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഈ അവിഹിത ബന്ധം. ത്രിവിക്രമ, അയ്യോ, എന്നെ ചാടിക്കടിക്കാൻ വരല്ലേ ചേട്ടാ. ഞാൻ കണ്ണി കണ്ടത് നേരിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോ കണ്ടത് വെജിറ്റബിൾ മാർക്കറ്റിലാണെങ്കിൽ മറ്റൊരിക്കൽ കണ്ടത് പാർക്കിലാ. പിന്നെ അമ്പലനടയില്, റെസ്റ്റോറന്റില് പറയാൻ തുടങ്ങിയ തീരൂല്ല. പിന്നെന്താന്ന് വെച്ചാ ദോഷം പറയരുതല്ലോ. കാണുന്ന കാഴ്ച ഒരു കാഴ്ച തന്നെയാ. നമ്മുടെ രവിവർമ്മൻ മുതലാളി കോട്ടൊക്കെ ഇട്ട് ഗമയിൽ അങ്ങനെ നടക്കും. ചേട്ടന്റെ പുന്നാര മോളാണെങ്കിൽ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ കാണേണ്ട കാഴ്ച തന്നെയാണ് എന്റെ സുദർശൻ ചേട്ടാ. സർ പ്ലീസ് സർ, അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ അല്പം റിലാക്സ് ചെയ്ത് മനസ്സ് നല്ല ശാന്തമായി സംസാരിക്കാവോ? ഇപ്പോ ഈ ടെൻഷനില് വേണ്ട അത്. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മനസ്സ് ശാന്തമാണ്. ഐ ആം കൂൾ, അബ്സല്യൂട്ട്ലി അണ്ടർ കൺട്രോൾ. ഹലോ അച്ഛാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അച്ഛനോ? ഭാര്യയുടെ അച്ഛൻ അമ്മാവനാ, അങ്കിൾ. ഏതായാലും കൊള്ളാം, തുടക്കം തന്നെ ഗംഭീരായിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്? എല്ലാം കയ്യിന്ന് പോകുന്ന അവസ്ഥയാണല്ലോ. അതെ, കയ്യിന്ന് പോവും. എന്നോട് സാർ എപ്പോഴും വലിയ ഗമയില് പറയുമല്ലോ, അച്ഛനോട് പറ അച്ഛനോട് പറയാന്ന്. ഞാനത് പറയാൻ വേണ്ടി എത്ര ദിവസമായിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണെന്ന് അറിയോ? അമ്മാവനെ കയറി അച്ഛാന്ന് വിളിക്കുന്നു, മോനേന്ന് വിളിക്കാത്ത മഹാഭാഗ്യം. അതൊക്കെ പഴയ ഫോർമാലിറ്റീസ് ആണ്. ഇപ്പോഴൊക്കെ ഭാര്യയുടെ അച്ഛനെയും എല്ലാവരും അച്ഛാന്നാ വിളിക്കാറ്. ഭാര്യയുടെ അമ്മയെ അമ്മയെന്ന്, ഭാര്യമാർ തിരിച്ചും. വെളിയിലൊരു ഇന്റിമസി കൂടുകയുള്ളൂ. ഏതായാലും ഞാൻ എന്റെ ഈ സാഹസം മതിയാക്കി. ഇനി നേരിട്ട് താൻ തന്നെ സംസാരിച്ചാൽ മതി. പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട് തന്റെ ധൈര്യത്തിന്. സർ ഞാൻ അത് പിന്നെ ഒരു പിന്നെ മുന്നേ ഇല്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. താൻ ധൈര്യമായിട്ട് സംസാരിക്കണോ? ഞാനിവിടെ തൊട്ടടുത്തില്ലേ. ഒന്നുകൊണ്ടും പേടിക്കേണ്ടതാൻ. പ്ലീസ്. ശരി, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ?
ചോറെടുത്തല്ലേ ഉച്ചയ്ക്ക് കഴിക്കാൻ. നീ എന്താ ഒരിക്കലും ഇല്ലാതെ ഫോൺ വിളിച്ച് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്താ എന്ത് പറ്റി നിനക്ക്? അത് അച്ഛാ, എനിക്ക് അച്ഛന്റെ അടുത്ത് ഒരല്പം സംസാരിക്കാനുണ്ടായിരുന്നു. അർജന്റാ. അയ്യോ, ഇപ്പൊ പറ്റില്ലല്ലോ മോളെ. കടയിൽ പുതിയ സ്റ്റോക്ക് വന്നു. അതിന്റെ ചില നെട്ടോട്ടങ്ങളാ ഇവിടെ. നല്ല പണിയുണ്ട്. ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുമല്ലോ, അപ്പൊ സംസാരിക്കാം നമുക്ക്. എന്താ അതുപോലെ? എനിക്ക് സംസാരിക്കാം. അല്ല, അത് അച്ഛാ എനിക്കല്ല. അത് പിന്നെ രവി സാറിന് അച്ഛനോട് സംസാരിക്കണം എന്നാ പറഞ്ഞത്. അച്ഛൻ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? ഞാനെന്താ അത്രയ്ക്ക് വലിയ ആളാണോ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചോദിച്ച് സംസാരിക്കാൻ? നമ്മളൊരു പാവം കടയിലെ എടുത്തുകൊടുപ്പുകാരനാ, അല്ലാതെ മുതലാളിയല്ല. തന്റെ ഭാവിയെ പറ്റി സംസാരിക്കാനാണെന്ന് പറയാം. അച്ഛാ, സാറിന് സംസാരിക്കാനുള്ളത് എന്റെ ഭാവിയെ കുറിച്ചാണെന്നാ പറയുന്നത്. ഭാവിയെ കുറിച്ചോ? അതിന് നിന്റെ ഭാവിയെ പറ്റി ചിന്തിക്കാനും തീരുമാനിക്കാനും നിന്റെ അച്ഛനായ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരു രവിചന്ദ്രവർമ്മനും അതിലൊരു കാര്യമില്ല. നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ നോക്ക്. Sir? Sir? Is everything all right? I hope so. എന്താ, എന്തെങ്കിലും സംഭവിക്കണമായിരുന്നോ തനിക്കിവിടെ? ഏയ്, അങ്ങനെയല്ല. ഐ എം സോറി. സാർ അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാ. ശരി, ആയിക്കോട്ടെ. താനാദ്യം വന്ന കാര്യം പറയൂ. ഇതില് സാറിന്റെ ഒരു സൈൻ വേണമായിരുന്നു. ദാ സാർ. സാർ, ഇത് പണ്ട് സാർ എനിക്ക് തന്ന ഗിഫ്റ്റാ. മനസ്സിലായി. താനിതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ തന്ന പേന ഉപയോഗിച്ച് താൻ എനിക്ക് തന്നെ പാര പണിഞ്ഞു എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമമുള്ളത്. ഞാൻ സാറിന് പാര പണിഞ്ഞെന്നോ? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ആലോചിച്ചാ മതി, മനസ്സിലാവും. താൻ കേട്ടിട്ടില്ലേ, പെൻ ഈസ് മൈറ്റർ ദാൻ സോഡ് എന്നാണ്. വേറൊരർത്ഥത്തിൽ ഇവിടെ താനും അത് പ്രൂവ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ഞാനും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള വിശ്വാസത്തെ തകർക്കാൻ തനിക്കെന്നല്ല ആർക്കും കഴിയില്ല സാൻഡ്ര. ദാറ്റ്സ് ഓൺലി യുവർ ഉട്ടോപ്യൻ ഡ്രീം. നിഷ്ഫല സ്വപ്നം മാത്രം. എനിക്കെല്ലാത്തിലും പ്രധാനം വിശ്വാസമാണ്. തനിക്ക് വേണ്ടിയിരുന്ന ഇതല്ലേ ഞാനും ശ്രീലക്ഷ്മിയും തമ്മിൽ അകന്നു പോകൽ. ഇപ്പൊ സമാധാനമായോ? ഇനി തനിക്ക് പോവാം. ജസ്റ്റ് ലീവ് മീ അലോൺ പ്ലീസ്. Sir, I'm really sorry. I don't mean any harm. Wrong! തകർച്ച മാത്രമേ താൻ ആഗ്രഹിച്ചുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ, പ്രണയത്തിന്റെ, ജീവിതത്തിന്റെ തകർച്ച മാത്രം. But that won't happen, Sandra madam, and I bid you the same. Now you can go. Sir, ഞാനത്. Get out, I say! Out! മോള് ഫോണിൽ പറഞ്ഞൊന്നും മോളുടെ വാക്കല്ലെന്ന് എനിക്കറിയാം. നീ ഇപ്പോഴും എനിക്കൊരു കൊച്ചുകുട്ടിയാ. ഏതായാലും ആ സംസാരമൊക്കെ കഴിഞ്ഞു. മോളത് മറന്നേക്ക്.
നടന്നൊക്കെ മറക്കാം അച്ഛാ. പക്ഷേ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റോ? അതാ സാറ്. ഉറപ്പായും ചിന്തിക്കണം മോളെ, ഉറപ്പായും. 20 വയസ്സാകുമ്പോ ലോകത്തെക്കുറിച്ച് മുഴുവനും തനിക്കറിയാമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ജീവിതത്തിന് മുൻപിൽ ഈ 20 വർഷം വളരെ ചെറുതാണ് മോളെ, വളരെ വളരെ ചെറുത്. ആളുകൾ നമ്മളെ പലതും ഉപദേശിക്കും. എല്ലാം നമ്മൾ കാര്യമായിട്ട് എടുക്കണമെന്നില്ല. പണ്ട് നീ കുഞ്ഞായിരിക്കുമ്പോ നിന്നെ ടവലിൽ പൊതിഞ്ഞു കൊണ്ടുപോയാൽ കുഞ്ഞിന് ചൂടെടുക്കില്ലേ എന്ന് ചിലർ ചോദിക്കും. എന്നാ പൊതിയാതിരുന്ന കുഞ്ഞ് തണുത്ത് വിറക്കില്ലെന്നാവും മറ്റു ചിലരുടെ ചോദ്യം. നമ്മൾ ആരുടെ വാക്ക് കേൾക്കും? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്ത് ജീവിക്കാനാവില്ലെന്ന്. ജന്മം കൊടുത്ത അച്ഛനും അമ്മയ്ക്കും അറിയാം സ്വന്തം കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന്. അതിന് മറ്റുള്ളവരുടെ ഉപദേശം വേണ്ട. അതുകൊണ്ട് തൽക്കാലം മോൾ ആരുടെ വാക്കും കേൾക്കാൻ നിൽക്കണ്ട. മോൾക്ക് എന്ത് വേണം, എങ്ങനെ വേണമെന്ന് മോള് തന്നെ ചിന്തിച്ച് തീരുമാനിച്ചാ മതി. എനിക്ക് എന്ത് വേണമെന്നും എനിക്ക് ആര് വേണമെന്നും പറയാനാ ഇപ്പൊ ഞാൻ വന്നത്. പക്ഷെ അച്ഛൻ എന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ലെന്ന് മനസ്സിലായി. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും പറയാതെ മടങ്ങാം, അത്ര തന്നെ. തകർച്ച മാത്രമേ താൻ ആഗ്രഹിച്ചുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ, പ്രണയത്തിന്റെ, ജീവിതത്തിന്റെ തകർച്ച മാത്രം. But that won't happen, Sandra madam, and I bid you the same. ഈ ഓഫീസ് ഒരു നരകമാണ്. മരിക്കാതെ നരകത്തിലായ അവസ്ഥയിൽ ഞാനും. സാറിന്റെ കൂടെ എപ്പോഴും അവളെ കാണുന്നതാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയും. 10 വർഷമായി സാറിനോടുള്ള ഇഷ്ടം ഞാൻ മറച്ചു വെച്ചതിനുള്ള ശിക്ഷയായത്. ഇപ്പൊ സാറിന്റെ മുമ്പിലും അവളുടെ മുമ്പിലും ഞാനൊരു ജോക്കറായി കഴിഞ്ഞു, ഒരു തമാശ കഥാപാത്രം. എനിക്ക് ഈ ഗതി വരാൻ അവൾ ഒരാള് മാത്രമാണ് കാരണം. അർഹിക്കുന്നതിനേക്കാൾ വലിയ അംഗീകാരം കിട്ടിയ അവൾ ഒരാള് മാത്രം. ഇനി ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അനുവദിക്കില്ല ഈ സാന്ദ്ര. യു വിൽ പേ ഫോർ ഇറ്റ് ശ്രീലക്ഷ്മി, യു വിൽ പേ ഫോർ ഇറ്റ്. അത് ഈ സാൻഡ്രയുടെ തീരുമാനമാണ്. ഐ ഡോണ്ട് നോ. അറിഞ്ഞുകൂടാ അതാരാണെന്ന്. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവും. ഇതിന് ഹിക്കി എന്ന് പേരിട്ടത് പോലും അവരാ. എന്നാലും ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ആരായിരിക്കും? അതാരായിരിക്കും? ഛേ ഛേ ഓർമ്മ കിട്ടുന്നില്ല. ആരായിരിക്കും അത്? Come on, Riku. Stay cool. Relax. വർത്തമാനകാലത്ത് ജീവിക്ക്. ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? ആഫ്റ്റർ ഓൾ ഇത് ജസ്റ്റ് ഒരു ഫുട്ബോൾ അല്ലേ. We can buy it from anywhere. നോ രേഖ, നോ. അങ്ങനെ പറയരുത്. യു കാൺ ബൈ ഫ്രം എനിവേർ. ഇത് എന്റെ ജീവിതമാണ്. ഇറ്റ്സ് മൈ ലൈഫ്. സമ്മതം. ഒരു ചാനലുകാരനും ഇത് കണി പോലും കാണില്ല. ത്രിവിക്രമന്റെ ഉറപ്പാ. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ. ഈ വീഡിയോ കാരണം നമ്മുടെ രവിവർമ്മൻ സാറിന് ഒരിടത്തും ഒരിക്കലും ഒരു ബാഡ് ഇമേജ് ഉണ്ടാകാൻ പാടില്ല. എന്താ, സമ്മതിച്ചോ? അയ്യോ, അതൊരു പാരയാണല്ലോ. ഇതിനേക്കാൾ ഭേദം മാഡം ആ വീഡിയോ അയച്ചു തരാതിരിക്കുന്നതാണ്. അല്ല മാഡം, ഒരു സംശയം. മാഡം അങ്ങനെയൊക്കെ ചെയ്യില്ലെന്ന് പറയുന്നുണ്ടല്ലോ.
മാഡത്തിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറയൂ മാഡം, തുറന്നു പറയൂ, ഞാൻ കേക്കട്ടെ. വേറെ ഒരുപാട് ഐഡിയകളൊന്നുമില്ല, ഒരൊറ്റ ഐഡിയ മാത്രം. ശ്രീലക്ഷ്മി എന്ന അഹങ്കാരിയുടെ ലോകം ആ നീരേറ്റ് കോളനിയിൽ മാത്രമായിട്ട് ഒതുങ്ങണം. അതിനപ്പുറം അവള് വളരാൻ പാടില്ല. പ്രത്യേകിച്ചും വർമ്മൻ ഗ്രൂപ്പിൽ അവൾ എനിക്ക് മുന്നിൽ വന്ന് നിവർന്നു നിൽക്കാൻ പാടില്ല. എനിക്ക് അത്രേ വേണ്ടൂ. അല്ലാതെ അവളെ നിങ്ങൾ നിങ്ങളുടെ മരുമകളാക്കുകയോ എന്ത് മണ്ണാങ്കട്ട ആക്കുകയോ ചെയ്തോ. മറിച്ച് ആ വൃത്തികെട്ടവള് എന്റെ ഒരു രവിവർമ്മൻ സാറിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് നൗ. ഇപ്പൊ കാര്യം പിടികിട്ടി മാഡം, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഇനി ഞാനൊരു സത്യം പറയട്ടെ. മാഡം ഇപ്പൊ എന്തു പറഞ്ഞു, കൃത്യം കൃത്യം അത് തന്നെയാ എനിക്കും വേണ്ടത്. ഫീൽഡ് വിസിറ്റിന് ഇറങ്ങിയതല്ലേ, കഴിഞ്ഞോ കാര്യങ്ങൾ? ഞാൻ കള്ളം പറഞ്ഞതല്ല സർ, ഫീൽഡ് വിസിറ്റിന് തന്നെയാ ഇറങ്ങിയത്. താൻ കള്ളം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. ഇടക്കൊന്നു കടയിൽ കയറിയെന്നല്ലേ ഉള്ളൂ. ഏതിനും അച്ഛൻ്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചപ്പോ തനിക്ക് സമാധാനമല്ലോ. അറിയോ ഓക്കെ? നോ സർ, ഞാൻ ഓക്കെ അല്ല. ഐ എം സോറി. അതിന് സോറി എന്തിനാ? എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞു. ഞാൻ തന്നെ പിന്നാലെ വന്നതും അതിനുവേണ്ടിയാ. ടെൻഡർ ഫയൽ ലീക്ക് ചെയ്തതിന്റെ പിന്നിൽ സാൻഡ്രയുടെ കുബുദ്ധിയാണെന്ന് ഞാൻ മറച്ചുവെച്ചതിൽ തനിക്ക് ദേഷ്യമുണ്ടല്ലോ? ഇല്ല സർ, ഒരിക്കലും ഇല്ല. സാന്ദ്ര മാഡത്തിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യൂ. സാറിൽ നിന്നും എന്നെ അകറ്റാൻ അവരെപ്പോഴും ശ്രമിക്കും. നമ്മുടെ ഈ ബന്ധം ആർക്കും മനസ്സിലാവില്ല സർ. എന്റെ അച്ഛന് പോലും അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഹലോ ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സോറി, തന്നെ അറിയിക്കാതെ പെട്ടെന്നൊരു യാത്ര ചെയ്യേണ്ടി വന്നു. ഇന്നലെ രാത്രി തന്നെ എമർജൻസി ആയിട്ട് ബാംഗ്ലൂർക്ക് വരേണ്ടി വന്നു. തന്നെ ഫോൺ ചെയ്യാൻ സമയം കിട്ടിയില്ല. കമ്പനിയുടെ ഒരു അത്യാവശ്യ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാ വന്നിരിക്കുന്നു. ഇന്ന് മടങ്ങി വരുമോ നാളെ മടങ്ങി വരുമോ എന്നൊന്നും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുവരെ തന്നെ കാണാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ട്. ബട്ട് ഡോണ്ട് വറി, ഞാൻ മനസ്സുകൊണ്ട് തന്റെ കൂടെ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞ എത്രയും പെട്ടെന്ന് തന്റെ കുടുംബത്തിലൊരു അംഗമാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി വന്നാലുടൻ ഞാൻ തന്റെ അച്ഛനെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ വരും. ഇനി നമുക്കിത് വൈകിട്ട് ലക്ഷ്മി. താൻ സംസാരിക്കാൻ ശ്രമിച്ചല്ലേ, നടന്നില്ല. ഇനി ഏതായാലും എനിക്കും കൂടെ ഒരു അവസരം തരും. നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായി എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ തന്നെ തന്റെ അച്ഛനോട് നേരിട്ട് ചോദിക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടോ? ഈ ചിരി എന്നും എന്റെ മാത്രമല്ല തന്റെ മുഖത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. See you soon. I love you, Shalashmi. I love you so much. Bye. ഇനിയിപ്പോ ഓഫീസിൽ നിന്ന് ഭയങ്കര ബോറായിരിക്കുമല്ലോ. സാറില്ലാത്ത സ്ഥിതിക്ക് ആ സാന്ദ്ര മാഡം എന്തെങ്കിലും കാരണം പറഞ്ഞ് തലയിൽ കയറാൻ വരുന്ന ഉറപ്പാ. നോക്ക്, ഇങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എനിക്കറിയാം, കൂട്ടത്തിൽ ആ റോസമ്മയുണ്ടല്ലോ. സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. റോസമ്മ എന്നാടി എനിക്ക് പ്രിയപ്പെട്ടവളായത്. ഇതൊരു പുതിയ കഥയാണല്ലോ. പുതിയതും പഴയതൊന്നുമല്ല, നിങ്ങളുടെ കഥ എന്നും ഒന്ന് തന്നെയാ. ഇന്നാള് നിങ്ങളും റോസമ്മയും കൂടെ ഓട്ടോ പിടിച്ച് നേരെ വന്നിറങ്ങിയത് എന്റെ മുമ്പില്. അത് ഞാൻ മറന്നുപോയെന്ന് കരുതിയോ നിങ്ങള്? എന്റെ ദൈവമേ, അത് ഇപ്പോഴും നീ മനസ്സിൽ വെച്ചോണ്ട് നടക്കാണോ? അത് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞു കഴിഞ്ഞ കാര്യ. മോള് കേക്കണം, ഞാൻ ഓട്ടോയിൽ വന്നപ്പോ റോസമ്മ വഴിയിൽ പെരുമഴ നനഞ്ഞു വരുന്നു. റോസമ്മ നമ്മുടെ സെബാന്റെ ഭാര്യയല്ലേ? സെബാൻ അങ്ങ് അബുദാബിയിലല്ലേ?
പെരുമഴ നനഞ്ഞു വല്ല പനിയും പിടിച്ചു കിടന്നാൽ നോക്കാൻ ആളില്ലല്ലോ എന്ന മനുഷ്യത്വം തോന്നിയിട്ടാ ഞാനെന്ന് അവളെ ആ ഓട്ടോയിൽ കൂടെ കയറ്റി കൊണ്ടുവന്നത്. അത് ഇപ്പോഴും ഇവള് മറന്നിട്ടില്ലോ എന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യും? ആ അത്തരം കാര്യങ്ങളാ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകാത്തതും. റോസമ്മയ്ക്ക് പനി പിടിച്ച ഇനി നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകോ? ഇന്ന് അത് പറഞ്ഞിട്ട് കടയിൽ പോയാൽ മതി. ഹലോ ഹലോ, നിങ്ങളാണോ മിസ് ലേഡി രവിചന്ദ്രവർമ്മൻ? ഹലോ, എന്താ മനസ്സിലായില്ല? എന്ത് പണിയാണ് മാഡം കാണിക്കുന്നത്? വെറുതെ അവിടെ എവിടെയും പോയെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല. ഒരു ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാനും കഴിയില്ല. യുനോവായ്, നിങ്ങൾ പ്രേമിക്കാൻ തെരഞ്ഞെടുത്ത ആ രവിചന്ദ്രവർമ്മൻ ആളത്ര ശരിയല്ല. അതാണ് കാരണം. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണാവോ? ആദ്യം അത് പറയും, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി സംസാരം. ഞാൻ വെറും പരിചയക്കാരനല്ലേ. നിങ്ങളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ഈ രവിചന്ദ്രവർമ്മൻ ഈ നാട് വിട്ടുപോയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? അയാൾ മഹാതരികിടയാണ് മാഡം. നമ്പർ 1 ഉടായിപ്പ് കേസ്. ഷട്ട് അപ്പ്. രവിവർമ്മൻ സാറിനെ കുറിച്ച് പറയാൻ എനിക്ക് ഈ ലോകത്ത് ആരുടെയും വക്കാലത്ത് ആവശ്യമില്ല. ഫോൺ വെച്ചിട്ട് പോടോ അവിടുന്ന്. നല്ല ആളുകളെ കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കലാണോ നിങ്ങളുടെ ഒക്കെ പണി? ബ്ലഡി ഇഡിയറ്റ്. അയ്യോ മാഡം, ഞാൻ നല്ല ആള് തന്നെയാണ്. മാഡത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. നല്ല വ്യക്തി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്റെ നന്മയുടെ ഉത്തരവാദിത്വം നിങ്ങൾ ആരും ചുമക്കേണ്ട ആവശ്യമില്ല. ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളൊരു ഫ്രോഡാണെന്ന്. ഫോൺ വെച്ചിട്ട് പോവാൻ നോക്ക്. സ്റ്റോപ്പ്. ശ്രീലക്ഷ്മി, ഫോൺ കട്ടിയല്ലേ പ്ലീസ്. ഹലോ, എന്റെ പൊന്ന് ശ്രീലക്ഷ്മി കുട്ടി, ഇത് ഞാനാണ്. അതല്ല, അവരുടെ ബന്ധത്തെ പറ്റി ഞാൻ കുഞ്ഞമ്മയോട് ചോദിച്ചത്. എന്തോന്ന്? ബന്ധത്തെ പറ്റിയോ? എന്ത് ബന്ധം? അത് അവിടെ ഈ ബന്ധം ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാ നിർത്തടി. നീ എന്തർത്ഥത്തിലാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരുടെ ബന്ധം മുന്നോട്ട് പോയാലെന്ന് വെച്ചാൽ എന്താടി? എന്റെ മോളെ നീ ഈ കണ്ണിലാണോ ഇത്രയും നാളും കണ്ടത്? എന്താടി ഇതൊക്കെ? എടി എന്താണെന്നോ? കുഞ്ഞുമ്മ നിക്ക്, ഒരു നിമിഷം, ചൂടാവല്ലേ. ഒരേ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നത് പതിവാ കുഞ്ഞമ്മേ. ചില ഹോസ്പിറ്റലുകളിൽ സീനിയർ ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന്? ഡോക്ടറും നഴ്സും, നഴ്സും കമ്പൗണ്ടറും, നഴ്സും ആംബുലൻസ് ഡ്രൈവറും ഉൾപ്പെടെ എത്ര കല്യാണങ്ങളാ അവിടെ നടന്നിട്ടുള്ളത്. വായെടുക്കടി വൃത്തികെട്ടവളെ. നീ ആര്? ജീവിതം പഠിച്ച വലിയ പരിഷ്കാരിയോ? ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നടന്നോന്ന് വെച്ച് അതോ ഇത് എങ്ങനെ ഒന്നാവും? നോക്ക്, എനിക്ക് നിന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ല, ബുദ്ധിയുമില്ല. ഞാനത് സമ്മതിച്ചു. എന്ന് വെച്ച് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ നീ? കുഞ്ഞമ്മ, ഞാൻ മുഖം കണ്ടാലറിയാം കടൽക്ഷോഭത്തിൽ അകപ്പെട്ട കപ്പിത്താന്റെ അവസ്ഥയാണ്. അപ്പൊ അമ്മയ്ക്ക് തോന്നി നിന്നെ വന്നൊന്ന് കാണണോന്ന്. ഇപ്പൊ ഞാൻ ഈശ്വരിയമ്മയോട് നിന്നെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. കേറിയിരിക്കെ.
അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിന്റെ മകൾക്കുണ്ടാവും സരോജ. അവൾക്ക് മംഗല്യത്തിന് സമയമായി എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപശകനം പറയുന്നോടി നീ. സ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നാൽ നിന്നെ കല്യാണം കഴിച്ച എന്താടി ഒരു കുഴപ്പം? എന്താ കുഴപ്പമെന്ന്? കുഴപ്പമേ ഉള്ളൂ. രവിചന്ദ്രവർമ്മൻ എന്ന പേരിൽ സ എന്ന അക്ഷരം ഇല്ല. ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന രവിചന്ദ്രവർമ്മനാ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്താടി, എന്തോന്നാ നീ ഇപ്പൊ പറഞ്ഞത്? ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ആ വലിയ മനുഷ്യന്റെ പേര് വലിച്ചഴക്കുന്നോ? രവിവർമ്മൻ സാറിന്റെ നിന്റെ കളിപ്പുള്ളയാണെന്നാണ് വിചാരം? ആരെയോ നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് എനിക്ക് പണ്ടേ സംശയം തോന്നിയതാ. ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കി ചിരിക്കല്, ഫോൺ വരുമ്പോ മാറി നിന്ന് സംസാരിക്കല്, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നാണോ നീ വിചാരിച്ചത്? എന്നിട്ടിപ്പൊ പിടിക്കുമെന്നായപ്പോ രക്ഷപ്പെടാൻ വേണ്ടി രവിസാറിന്റെ പേര് പറയുന്നോ നീ? ഇനി മേലാൽ രവിസാറിന്റെ പേര് കള്ളം പറഞ്ഞു പോകരുത് നീ. ഞങ്ങൾ രണ്ടാളും പരസ്പരം പ്രണയത്തില്ല. നിർത്തടി മൂദേവി, വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നോ? അദ്ദേഹം നിനക്ക് അല്പം സ്വാതന്ത്ര്യം തന്ന് കൂടെ നടന്നു വെച്ച് നീ അദ്ദേഹത്തിന്റെ ഒരു പ്രേമിക്കാറായോ? അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനേ വലിയ വലിയ വീടുകളിൽ 100 കണക്കിന് പെൺകുട്ടികൾ വേറെയുണ്ട്. സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള നിലയും വിലയും കരിവാരി തേക്കാൻ നീ ഒരാൾ വിചാരിച്ച നടക്കില്ല. മനസ്സിലായോ? അയ്യോ എന്റെ അമ്മ, ഞാൻ അമ്മയെ എങ്ങനെയാ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്? എനിക്ക് എന്ത് തെളിവ് നൽകാൻ പറ്റും? അമ്മ അമ്മ നോക്കമ്മ, ഈ മോതിരം എനിക്ക് രവിവർമ്മൻ സാർ എന്റെ വിരലിലിട്ട് വന്ന്. അമ്മ, ഞങ്ങളുടെ മോതിര കല്യാണം കഴിഞ്ഞതാ. ഇന്നാളൊരു ദിവസം ഒരു ഞായറാഴ്ച ഞാൻ ഓഫീസിൽ പോയിട്ട് വരാന്ന് പറഞ്ഞില്ലേ, അന്ന് ഞാൻ ഓഫീസിൽ പോയില്ല അമ്മ. പോയത് രവിവർമ്മൻ സാറിന്റെ. അത് കറക്റ്റ്. നിനക്ക് നല്ല തല്ലിന്റെ കുറവുണ്ട്. അത് തരേണ്ട സമയത്ത് തന്നിരുന്നെങ്കിൽ നീ പണ്ടേ നന്നാവുമായിരുന്നു. എങ്കിൽ തല്ലടാ, തല്ല്. ആ പെങ്കൊച്ചിന് വേണ്ടി നീ തല്ലാനും മടിക്കില്ലെന്ന് എനിക്ക് അനുഭവമുണ്ട്. മുമ്പേ അങ്ങനെ ഒന്ന് കിട്ടിയതിന്റെ വേദന ഇപ്പോഴും ഇവിടെ ഉണ്ട്. അറിയാമോ നിനക്ക്? നീ ഇപ്പോഴും അത് മറന്നില്ല. ഞാനന്ന് അത് മറക്കാൻ പറഞ്ഞതല്ല, അന്ന് ഞാൻ സോറിയും പറഞ്ഞിരുന്നു നിന്നോട്. അതെ, തല്ലുകൊണ്ടതേ ഞാനാ, നീയല്ല. നിനക്ക് പെട്ടെന്നത് മറക്കാൻ പറ്റും, എനിക്ക് പറ്റില്ല. അതാണ് പ്രശ്നം. നീ എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ശരി, അത്ര അത്യാവശ്യമാണെങ്കിൽ നീ ഇറങ്ങിക്കോ, ഒറ്റയ്ക്ക് പോയിക്കോളാം ഞാൻ. तूफान आया है, 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 तूफान आया,
തൂഫാനായ ഹേ തൂഫാനായ. നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വന്നെത്തിക്കഴിഞ്ഞു. കാണുന്നില്ല നീ അത്, കാണാൻ കഴിയുന്നില്ല നിനക്ക്. ദേഖാ നഹീ ജായേഗാ, ദേഖാ നഹീ. ഒറ്റയ്ക്ക് പോരാടണം. കൊടുങ്കാറ്റിനെ നേരിടാനുള്ള ശക്തി സംഭരിക്കണം. തളരരുത് നീ. തടസ്സങ്ങൾ ഒന്നല്ല, അനവധിയാണ്. ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന്. തളരരുത് നീ. നടപ്പാതകൾ കഠിനം. വിശ്രമിക്കാൻ സമയമില്ല നീ. പോരാടാൻ തുടങ്ങുക. കൊടുങ്കാറ്റിതാ എത്തിക്കഴിഞ്ഞു. തൂഫാൻ ആയാ ഹേ, തൂഫാൻ ആയാ, 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 തൂഫാൻ ആയാ ഹേ, തൂഫാൻ ആയാ. അമ്മ, അമ്മ പതുക്കെ. അമ്മ പതുക്കെ, വേദന എടുക്കുന്നു. പ്ലീസ് അമ്മ, ഒന്ന് പതുക്കെ തേക്ക്. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത മാനസിക നിലയിലാണ് അമ്മയെന്നും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇനിയെങ്കിലും അമ്മ ഇതൊന്ന് മനസ്സിലാക്ക്. രവിവർമ്മൻ സാറിനെ അല്ലാതെ വേറൊരാളെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് രവിവർമ്മൻ സാറിനോടൊപ്പം മാത്രമായിരിക്കും. ഇപ്പോഴെങ്കിലും അമ്മ അതൊന്ന് മനസ്സിലാക്കണം. വെറുതെ മനസ്സിലാക്കുക മാത്രമല്ല, ദയവ് ചെയ്ത് അമ്മ എന്നെ സഹായിക്കാൻ വേണം. പ്ലീസ്. മിണ്ടായിരിക്കട്ടെ അവിടെ. പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് മനുഷ്യനെ പ്രാന്തടിപ്പിക്കരുത്. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം അവിടെ. ഇന്ന് അങ്കിളിന്റെ പക്ക നാളാ. അമ്മ നിർബന്ധിച്ച് പുഷ്പാഞ്ജലി കഴിക്കാൻ പറഞ്ഞു വിട്ടു. കയ്യിലെഴുപ്പ് ശരിയല്ലെങ്കിൽ പിന്നെ എന്ത് പൂജ ചെയ്തിട്ടും കാര്യമില്ല. പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ? അല്ല ശ്രീലക്ഷ്മി, എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടോ? രവിവർമ്മ സാറ് എന്നാ ഇനി നാട്ടിൽ വരുന്നേ? പുതിയൊരു ഡെവലപ്മെന്റ് ഉണ്ട്. ഞാനും രവിസാറും തമ്മിലുള്ള ബന്ധം ഞാൻ എന്റെ അമ്മയോട് തുറന്നു പറഞ്ഞു. ആണോ? അതെ, മനഃപൂർവ്വം അല്ല, അറിയാതെ അതങ്ങ് സംഭവിച്ചു പോയതാ. അക്ഷരത്തിൽ പേര് തുടങ്ങുന്നാൽ നിന്നെ കല്യാണം കഴിച്ച എന്താടി ഒരു കുഴപ്പം? എന്താ കുഴപ്പമെന്ന്? രവിചന്ദ്രവർമ്മൻ എന്ന പേരിൽ സാ എന്ന അക്ഷരം ഇല്ല. ആരെന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന രവിചന്ദ്രവർമ്മനാ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. നീ സംശയിക്കുന്ന എന്റെ മനസ്സിലെ ജീവിത പുരുഷൻ രവിചന്ദ്രവർമ്മൻ സാറ് തന്നെയാ. ഞാൻ സാറുമായിട്ട് ഇഷ്ടത്തില്ല ഇപ്പോ. ഈ മോതിരം എനിക്ക് രവിവർമ്മൻ സാറ് എന്റെ വിരലിലിട്ട് വന്ന് അമ്മ, ഞങ്ങളുടെ മോതിര കല്യാണം കഴിഞ്ഞതാ. അടിപൊളി, സൂപ്പർ. കാലക്കി മോളെ, സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ സമ്മതിക്കാറൊന്നും ആയിട്ടില്ല.
അമ്മ എന്നെ വാ തുറക്കാൻ സമ്മതിക്കുന്നില്ല ഇതുവരെ. അമ്മ കേൾക്കാൻ തയ്യാറായെങ്കിലല്ലേ എനിക്കെന്നെ പൂർണ്ണമായിട്ട് തുറന്നു പറയാൻ പറ്റൂ. ഇങ്ങനെ പകുതി വായ അടച്ചാണെങ്കിൽ എല്ലാം കുഴപ്പത്തിലാകും കൃഷ്ണൻ. അതാ എന്റെ പേടി മുഴുവൻ. ഏയ് അങ്ങനെ പേടിക്കണ്ട ശ്രീലക്ഷ്മി. ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള പല കഷ്ടപ്പാടുകളും സാധാരണയാണെന്നേ. അതെ, നീ ധൈര്യമായിട്ടിരിക്കും ശ്രീ. എന്ത് പ്രശ്നം വന്നാലും രവിവർമ്മ സാർ ഉണ്ടല്ലോ കൂടെ. അങ്ങനെ അല്ലടി. എനിക്കെന്തോ അമ്മയോട് സംസാരിച്ചതിന് ശേഷം ഒരു സമാധാനം ഇല്ല മനസ്സിന്. രവി സാറാണെങ്കിൽ ഇനി എപ്പം മടങ്ങി വരുന്നു അറിയില്ല. ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇതുവരെ. രവി സാറാണോടി? അതെ. ഇപ്പൊ സമാധാനമായല്ലോ. എന്താ എഴുതിയിരിക്കുന്നേ, പറയാൻ പറ്റുമോ? ഹലോ ശ്രീലക്ഷ്മി, മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി വന്നാൽ ഉടനെ തന്റെ വീട്ടിലേക്ക് വരുമെന്ന്. തന്റെ അച്ഛനോടും അമ്മയോടും നമ്മുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന്. ഞാനിന്ന് രാവിലെ മടങ്ങിയെത്തി. തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനിപ്പോ തന്റെ വീട്ടിലേക്ക് പുറപ്പെടുക. എത്തുമ്പോ നേരിട്ട് കാണാം. എന്റെ ദൈവമേ, ദേ സാറിപ്പ് ഇങ്ങോട്ട് വരാൻ പോകുന്നെന്ന്. വരട്ടെ, എല്ലാം നല്ലതിനാടി. നീ വിഷമിക്കേണ്ട വെറുതെ. നീ പോടി അവിടുന്ന്. എല്ലാം നല്ലതിനാണ് പോലും. വീട്ടിലാണെങ്കിൽ എല്ലാം കോളായിട്ടിരിക്കുക. ഇക്കാര്യം അച്ഛനോട് പറയരുതെന്ന് അമ്മ ആണ ഇടിയിപ്പിച്ചു. സാറാണെങ്കിൽ ദേ ഇങ്ങോട്ട് വരാനും പോകുന്നു. ഞാൻ എന്ത് ചെയ്യൂടി? ഒരു ഇടിവെട്ടിന്റെയും പേമാരിയുടെയും എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ദീപു, ഹലോ ശ്രീലക്ഷ്മി മാഡം, എന്റെ മെസ്സേജ് കിട്ടിയല്ലേ? കിട്ടി സർ. വെരി ഗുഡ്. കുറെ നെറ്റ്വർക്ക് പ്രോബ്ലത്തിന് ശേഷം മെസ്സേജ് കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടാണ് താൻ വിളിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷെ സാർ എനിക്ക് ഒന്നും പറയണ്ട. ഞാൻ കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച്. രാജാറാം പറയുന്നത് മുഴുവൻ കേൾക്ക്. രാജനന്ദിനി വെയർ ഹൗസിന്റെ കാലാവധി ഉടൻ കഴിയും. നീ അതിനെക്കുറിച്ച് മനഃപൂർവ്വം മറവി നടിക്കാണിപ്പോ. ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ വെയർ ഹൗസും പ്രോപ്പർട്ടിയും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ ഇനി ഒരു സംസാരം ഉണ്ടാകില്ല. നീ ആളിനെ വിട്, എനിക്ക് പോണം. നിന്റെ ഈ വാശിയാണ് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ആ വെയർ ഹൗസ് പ്രോപ്പർട്ടി നീ സ്വന്തമാക്കിയാൽ GD വെറുതെ ഇരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? He will come back for you. നിന്റെ കയ്യിൽ നിന്ന് വെടിയേറ്റ് വീഴാനല്ല, നിന്നെ വെടിവെച്ച് കൊല്ലാൻ. അത് നിന്റെ സങ്കല്പം. GD എന്നെ ഒരു ചുക്കും ചെയ്യില്ല. നീയാണ് GDയെ ഭയക്കുന്നതും എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതും. സമ്മതിക്കുന്നു. പണ്ട് നീ GDയെ ഭയപ്പെട്ടിരുന്നില്ല, സ്വന്തം ജീവൻ സംരക്ഷിക്കുകയും ചെയ്തു. പക്ഷേ നിനക്ക് നഷ്ടപ്പെട്ടു പോയത് മറ്റൊരു പ്രിയപ്പെട്ട ജീവനായിരുന്നു. പ്രിയപ്പെട്ട രാജനന്ദിനിയുടെ ജീവൻ. രാജനന്ദിനിക്ക് സംഭവിച്ചത് ശ്രീലക്ഷ്മിക്കും സംഭവിച്ച
അല്പം മുമ്പ് ചോദിച്ച ചോദ്യം ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നു. രാജനന്ദിനി മരണപ്പെട്ടതുപോലെ ശ്രീലക്ഷ്മിയും മരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? മുൻപ് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരിച്ചു കിട്ടുന്ന സന്തോഷത്തിലാ നീ ഇപ്പൊ പിടച്ചടച്ച് ശ്രീലക്ഷ്മിയെ കാണാൻ പോകുന്നത്. അവരുടെ അച്ഛനമ്മമാരോട് സമ്മതം ചോദിക്കാൻ. അതിൽ വിജയിച്ച് നീ അവളെ താലി ചാർത്തി നാളെ രാജനന്ദിനെ പോലെ അവളും നിനക്ക് നഷ്ടപ്പെട്ടാൽ നിനക്കത് താങ്ങാനുള്ള ശക്തിയുണ്ടോ രവി? സ്വയം ആലോചിക്കേ. നീ നിന്റെ പ്രണയം തിരികെ കിട്ടാൻ ശ്രീലക്ഷ്മിയെ സ്വന്തമാക്കും. GD നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ ശ്രീലക്ഷ്മിയെ കൊന്നൊടുക്കും. ഇവിടെ തകർന്ന് തരിപ്പണമാകുന്നത് ആ പാവം പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും നിന്റെ ക്രൂരതയുടെ ഇരകൾ സരോജവും സുദർശനനും എന്ന സാധാരണ മനുഷ്യർ. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു പാവം പെൺകുട്ടിയും. ഞാൻ സമ്മതിക്കുന്നു, നിന്റെ മാറ്റങ്ങളിലും സൗഭാഗ്യങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിൽക്കുന്ന ചങ്ങാതിയാണ് ഞാൻ. അത് തന്നെയാണ് എന്റെ ജീവിത ദൗത്യവും. പക്ഷേ ഇപ്പൊ നിന്റെ ഈ നീക്കം 100% തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. GD ഏതോ മറവിൽ തിരിവിൽ നിന്റെ പ്രിയപ്പെട്ടവൾക്കായി കാത്തിരിക്കുന്നു എന്ന ഭയമാണ് എനിക്ക്. ഇന്നലെ അത് രാജനന്ദിനിയാണെങ്കിൽ ഇന്നത് ശ്രീലക്ഷ്മിയാണെന്ന് മാത്രം. ഇനി 2 പ്രാവശ്യം ചോദിച്ച ചോദ്യം അവസാനമായി ആവർത്തിച്ച് അവസാനിപ്പിക്കാം. ഇന്നലെ രാജനന്ദിനി ദാരുണമായി മരിച്ചു. നാളെ ശ്രീലക്ഷ്മിയും നീ കാരണം മരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ഞാനുണ്ടാക്കിയതാ, കഴിച്ചു നോക്ക്. ബാലമ്മ, മാത്രല്ലോ എന്താ തിരിച്ചു വരാത്തെ? കുറെ നാളുകൾക്ക് ശേഷം ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കണ്ടല്ലേ, കൂടെ സപ്താഹവും. 1-2 ദിവസം കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാ മതി. എനിക്ക് തോന്നി. ഏതായാലും ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ബ്രദറിൻലോ നമ്മുടെ സീക്രട്ട് റൂമിൽ കയറി തപസ് തുടങ്ങിയിട്ടുണ്ട്. മദറിൻലോ കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി എപ്പോഴാ തിരിച്ചിറങ്ങാന്നറിയില്ല. ഓ, രേഖ ഒന്നും മിണ്ടായിരിക്കോ? ഞാനിവിടെ ഒരു മെയിലിന്റെ മറുപടിക്കുള്ള പോയിന്റ് കിട്ടാതെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്നെ കൊണ്ട് പറ്റില്ല ഇത്ര ഓഫീസ് പണിയൊന്നും. ഇതൊക്കെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചേ പറ്റൂ. നോ, ഒരിക്കലും അത് ചെയ്യരുത്. അവനവൻ ചെയ്യാൻ ഏൽക്കുന്ന ജോലികൾ അവനവൻ തന്നെ ചെയ്യണം. അതിന് മടിയാണെങ്കിൽ ഒരിക്കലും അത് ഏൽക്കരുത്. പകുതി മനസ്സോടെ ചെയ്യേണ്ടതല്ല കോടികൾ ടേൺ ഓവറുള്ള കമ്പനിയുടെ ബിസിനസ്. ഐ എം സോറി ഏട്ടായി, വെരി സോറി.
ഡോണ്ട് ബി സോറി രഘു. ബി സ്മാർട്ട് ആൻഡ് ബി റെസ്പോൺസിബിൾ. നാളെ മുതൽ വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ നിയന്ത്രിക്കേണ്ടത് നീ ഒറ്റയ്ക്കാണ്. ഞാനുണ്ടാവില്ല കൂടെ. വാട്ട്? ഞാൻ ഒറ്റയ്ക്കോ? എന്താ ഏട്ടാ ഈ പറയുന്നത്? ആർ യു ജോക്കിംഗ്? അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭരണ ചുമതല ഞാൻ വിട്ടു. ഇതാണ് ചുമതല കൈമാറിക്കൊണ്ട് ഞാൻ ഒപ്പിട്ട പേപ്പേഴ്സ്. പിടിക്കും. Oh my God, what's happening? Brother-in-law, are you serious? അതെ അനിയത്തിക്കുട്ടി. അമ്മയുടെ സാന്നിധ്യം ഇന്നിവിടെ ഇല്ലാത്തതുകൊണ്ട് ദാ ബാലമ്മയെ സാക്ഷി നിർത്തി ഈ ഫയൽ ഞാൻ രഘുവിനെ ഏൽപ്പിക്കുക. രഘു, come on, take it. Take it, I say. നോ ചേട്ടായി, നോ, പറ്റില്ല. എനിക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് നമ്മുടെ അമ്മ സമ്മതിക്കില്ല. ഈ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല ചേട്ടായി. ചേട്ടായി, ചേട്ടായിക്ക് ഇത് എന്തു പറ്റി? വേ ആർ യു ഡൂയിങ് ദിസ്? ആരാ ഓഫീസിൽ ചേട്ടായിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? ജസ്റ്റ് ടെൽ മീ ഹിസ് നെയിം. ഞാൻ നേരിട്ട് പോയി അവനെ ചവിട്ടി പുറത്താക്കും ഇപ്പൊ തന്നെ. അങ്ങനെ ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. ഇറ്റ്സ് സ്ട്രിക്ട്ലി എ പേഴ്സണൽ ഡിസിഷൻ. പക്ഷേ കുഞ്ഞെ, ഗായത്രി അമ്മ കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്, അതും അത്യാവശ്യപ്പെട്ട് ഈ രാത്രി സമയത്ത് ഇത്തരം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കുറച്ച് സാവകാശം. അമ്മയോട് ബാലമ്മ തന്നെ വിവരം വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല. ചേട്ടായി, 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 ചേട്ടായി പ്ലീസ്, ചേട്ടായി പ്ലീസ് നിക്ക്. ചേട്ടായി, ഞാനിത് സമ്മതിക്കില്ല. രഘുക്കുഞ്ഞ് വല്ലാതെ പേടിച്ചിരിക്കുക. കുഞ്ഞൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കൂ. ഗായത്രി അമ്മ പോലും ഇപ്പൊ ഇവിടെ ഇല്ല. ബ്രദറിലോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരായാലും ഷോക്കായി പോവും ബാലമ്മ. എന്തിനായിരുന്നു ഇപ്പൊ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ്? മുമ്പൊരിക്കലാണെങ്കിൽ കമ്പനിയുടെ ചുമതല രഘുവിനെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ബ്രദറിലോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അപ്പോഴത്തെ എന്തോ ഒരു കുരുട്ട് ബുദ്ധിയിൽ തോന്നി പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യമായിട്ട് ഞാൻ ബ്രദറിലോയെ ഇക്കാര്യം പറഞ്ഞ് നിർബന്ധിച്ചിട്ടേ ഇല്ല. പിന്നെ എന്തിനാ ബ്രദറിലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇറ്റ്സ് സോ സ്ട്രേഞ്ച്. രഘു, ചേട്ടായി, ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് നേരിട്ട് സംസാരിക്കണം. ഒരു മിനിറ്റ്. നോ നോ, യു സ്റ്റേ ദേർ. അനിയത്തിക്കുട്ടി, ലിസൺ. അനിയത്തിക്കുട്ടിയോ രഘുവോ എന്നെ നിർബന്ധിച്ചിട്ടല്ല ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാനായിട്ടെടുത്തൊരു തീരുമാനമാണ്. സ്ട്രിക്ട്ലി മൈ ഓൺ ഡിസിഷൻ. ഇത്രയും വർഷം കമ്പനി ഞാൻ മാനേജ് ചെയ്തു. ഇനി നിങ്ങൾ ചുമതല ഏറ്റെടുത്ത് നടത്തേണ്ട സമയമായി. നമ്മുടെ കമ്പനിയോട് നിങ്ങൾക്കുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. അത് നിങ്ങൾ നിറവേറ്റിയേ പറ്റൂ. ഒരു ചക്രവർത്തി മാത്രം വിചാരിച്ചാൽ ഒരു സാമ്രാജ്യവും വളരില്ല രഘു. അതിന് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഞാൻ കമ്പനിക്ക് വേണ്ടി ഇത്രയും നാൾ അധ്വാനിച്ചു. ഇനി മുതൽ നിങ്ങളുടെ ഊഴമാണത്. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. നോർമൽ അല്ലാന്ന് തോന്നുന്നു. സംതിങ് ഇസ് റോങ് വിത്ത് ഹിം. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞ്. രവി കുഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവും.
വെറുതെ എഴുതാപ്പുറം വായിക്കരുത് രേഖ കുഞ്ഞെ. അതിന് ഞാനെന്ത് പറഞ്ഞെന്നാ ബാലമ്മ പറയുന്നേ? ഷെടാ, ഇതിപ്പോ മധുരമുള്ള ഇവിടെ ഇല്ലാത്തപ്പോ ബാലമാൻ എന്നെ ഭരിക്കാൻ വരുവാണല്ലോ. രേഖ, എനിക്ക് പറ്റില്ല രേഖ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ ചേട്ടായി കാണണം, അല്ലെങ്കിൽ അമ്മയെ കാണിച്ചതാ. എനിക്കെന്റെ തല പെരുക്കുവാ. ഐ എം നോട്ട് ഓക്കെ. എന്നെ കൊണ്ട് പറ്റില്ല. പറ്റില്ല രേഖ. എന്നെ കൊണ്ട് പറ്റില്ല. പ്ലീസ്, ടെൻഷൻ ആവല്ലേ. പറ്റില്ല. എനിക്ക് പറ്റില്ല. പ്ലീസ് ടെൻഷൻ ആവാതെ. പ്ലീസ് രഘു. പറ്റില്ല രേഖ. ടെൻഷൻ ആവല്ലേ. എനിക്ക് പറ്റില്ല. ഗോപി, മാഡം, രഘുവിന് ടെൻഷൻ വരുമ്പോ കൊടുക്കുന്ന ഗുളിക റൂമിൽ ഇരിപ്പുണ്ട്. മീശയുടെ ഡ്രോയില് എടുത്തിട്ട് വാ. ശരി മാഡം. യമുന, വെള്ളം. രഘു, കൂൾ ഡൗൺ. പറ്റില്ല. രഘു, കൂൾ ഡൗൺ പ്ലീസ്. പറ്റില്ല രേഖ. ഐ എം നോട്ട് ഓക്കെ. ഇതാ മാഡം. ഐ എം നോട്ട് ഓക്കെ. എന്നെ കൊണ്ട് പറ്റില്ല. കുടിക്ക്. രഘു, റിലാക്സ് രഘു. വിഷമിക്കണ്ട. കാം ഡൗൺ, റിലാക്സ്. യു കെൻ ഹാൻഡിൽ ഇറ്റ്. ധൈര്യമായിട്ടിരിക്കെ. രഘുവിനെ സഹായിക്കാൻ ഓഫീസിൽ ഞാനും വരാം. എന്തേ, അതുപോരെ? ആയുഷ്വ, താനും വരും എന്റെ കൂടെ. പ്രോമിസ്, വരാം. തൽക്കാലം രഘു ഒന്ന് വിശ്രമിക്കാം. വാ, നമുക്ക് റൂമിൽ പോവാം. ഓക്കെ, റൂമിൽ പോ. ഓക്കെ, ഞാൻ പോട്ടെ. പോട്ടെ. റൂമിൽ പോ. നീ സഹായിക്കുമല്ലേ? അപ്പൊ പറ്റും. പറ്റും. യമുന, ഞങ്ങൾക്ക് ചായ കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? വാട്ട് ആർ യു ഡൂയിങ് ദേർ? യമുന, ദാ വരുന്നു മാഡം. ഞാൻ പിന്നെ വിളിക്കാം സുകന്യ. എന്താ മാഡം, എന്താ വേണ്ടത്? ആഹാ, ബെസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലേ? ആരോടായിരുന്നു ഇത്ര വലിയ സംസാരം? സ്വയം മറന്നായിരുന്നല്ലോ നിൽപ്പവിടെ. സുകന്യായിരുന്നു മാഡം. അവള് ചില പ്രശ്നങ്ങളില്ല. സുകന്യയോ? അവള് 2 ആഴ്ച ലീവെന്ന് പറഞ്ഞു പോയിട്ട് മടങ്ങി വന്നില്ലല്ലോ ഇതുവരെ. ഉടനെ മടങ്ങിവരെന്ന് തോന്നുന്നില്ല മാഡം. അത് പറയാനാ അവളെന്നെ വിളിച്ചത്. സുകന്യയുടെ അനിയത്തിയുടെ ഭർത്താവ് ഇന്നലെ മരിച്ചുപോയി. ക്യാൻസർ ആയിരുന്നു. ഏത്? ആ പെൺകുട്ടിയേക്കാൾ ഇരട്ടി വയസ്സുള്ള ആളോ? അതെ മാഡം. അവള് കല്യാണം കഴിച്ചത് 45 വയസ്സുള്ള ഒരാളെയാ. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ലല്ലോ. 1 വർഷം പോലും തികഞ്ഞില്ല മാഡം. ആ മനുഷ്യൻ മരിച്ചെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം കഷ്ടത്തിലാവുന്ന ഉറപ്പാ. 20-22 വയസ്സേ പ്രായമുള്ളൂ. അയാൾക്ക് 46. അയാള് വലിയ കാശുകാരനാ. അയാളുടെ കാശ് കണ്ട് കല്യാണം കഴിച്ചതാ അവിടെ. അയാൾക്കാണെങ്കിൽ ഇത് 2ാം ഘട്ടം. ആദ്യ ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു. പെണ്ണും കൊള്ളാം, ആണും കൊള്ളാം. നല്ല ജോഡി. ഇതോടെ അവളുടെ ഭാവി കട്ടപ്പുകയായില്ലേ? അതിപ്പോ പെൺകുട്ടിക്ക് പ്രായം കുറവാണെന്നല്ലേ പറഞ്ഞത്? വേണ്ടത്ര പക്വത കാണില്ല. അതാ ഇങ്ങനെ സംഭവിച്ചത്. വീട്ടുകാര് ആ കുട്ടിക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തിയതായിരുന്നു മാഡം. അവരെ ധിക്കരിച്ച അവൾ ഈ പണക്കാരനെ കല്യാണം കഴിച്ചത്. ഇപ്പൊ ഭർത്താവും ഇല്ല, വീട്ടുകാരും ഇല്ലാത്ത അവസ്ഥയാ. വരുമാനം ഇല്ലാത്തതുകൊണ്ട് സുകന്യയ്ക്കും കഴിയുന്നില്ല അവരെ സഹായിക്കാൻ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല യമുനെ. കുറച്ചു ദിവസം കഴിയുമ്പോ അയാളെ ആ പെൺകുട്ടി മറക്കും, മറ്റുള്ളവരും മറക്കും. പിന്നെ ആ കുട്ടി പുതിയൊരു ജീവിതം തുടങ്ങിക്കോളും. അതേ സംഭവിക്കും.
എന്നാലും വീട്ടുകാരുടെ വാക്കുകേട്ട് ആ പയ്യനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു മാഡം. അത് പറഞ്ഞ പാവം സുകന്യ കരയുന്നത്. പ്രേമിക്കുന്നവർ പരസ്പരം സമ്മതിച്ച് കല്യാണം കഴിച്ച ശേഷം പെൺകുട്ടി അങ്ങനെ ചിന്തിക്കണമായിരുന്നു, പുരുഷൻ ഇങ്ങനെ ചിന്തിക്കണമായിരുന്നു എന്നൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് ഒരർത്ഥവുമില്ല. രണ്ടാൾക്കും സന്തോഷത്തോടെ കുറച്ചു നാളെങ്കിലും ജീവിക്കാൻ പറ്റിയ അത് തന്നെ വലിയ കാര്യം. പിന്നെ എന്താന്ന് വെച്ചാ ഈ മരണം അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. വയസ്സായവര് മാത്രമല്ല, എല്ലാ പ്രായത്തിലുള്ളവരും മരിക്കും. ഇക്കാര്യത്തിൽ ആ പെൺകുട്ടിയെയോ അല്ലെങ്കിൽ ആ പുരുഷനെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയല്ല ബാലമ്മ. ഇവിടെ ആ പുരുഷന് പൂർണ്ണമായിട്ടും തെറ്റുകാരൻ. അയാൾ തന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നു. അയാൾക്ക് അവളോടുള്ള പ്രേമത്തിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഇതുപോലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കാണണമായിരുന്നു. വയസ്സുള്ള അവക്ക് ഇനി ഒരുപാട് ജീവിതം ബാക്കിയുണ്ടായിരുന്നു. തന്റെ സ്വാർത്ഥതയിൽ അത് അയാൾ ചിന്തിച്ചില്ല. തെറ്റ് ആ പെൺകുട്ടിയുടേതല്ല, തെറ്റ് അയാളുടെ ഭാഗത്ത് മാത്രം.